പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇന്ന് ചൊവ്വാഴ്ച. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരാവശ്യമായ ഒരു 5 കാര്യങ്ങൾ മാതാവ് വഴി ഈശോയോട് പ്രാർത്ഥിക്കുക. ഒരു 5 പേർക്ക് ഒരു നിയോഗം വെച്ചിട്ട് നിങ്ങളത് അയച്ചു കൊടുക്കുക. ഈ പ്രാർത്ഥന വിടുമ്പോൾ നിങ്ങളത് കേൾക്കുക, എന്നോടൊപ്പം പ്രാർത്ഥിക്കുക. ഒരു ജപമാല കേട്ട് കഴിയുമ്പോൾ തന്നെ പ്രാർത്ഥിക്കുക. തുടർന്ന് പ്രാർത്ഥനയിലായിരിക്കുക. നമ്മുടെ താമസമുള്ള ധ്യാനം ഓഗസ്റ്റ് 14 വരിക. തിരുരക്താഭിഷേക ധ്യാനമാണ് മക്കളെ. ദിവ്യകാരണം പല ധ്യാനങ്ങളും നടത്താറുണ്ട്. നിങ്ങൾ വരിക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു ദിവസത്തേക്കാണെങ്കിൽ ഈ ഓഗസ്റ്റ് 3 ഉണ്ട്. രാവിലെ 9:30, ഞായറാഴ്ച 9:30 മണി തുടങ്ങി 2 മണി വരെ ഭക്ഷണവും എല്ലാം ഫ്രീ ആയിട്ടാണ് വരിക കേട്ടോ. വരിക. ദൈവത്തിൻ്റെ അനുഗ്രഹവും മാതാവിൻ്റെ അനുഗ്രഹവും വാങ്ങുക. സ്നേഹമുള്ളവരെ, പലപ്പോഴും ചില മക്കൾ പറയാറുണ്ട്, ഞാൻ ഇത്രയും നാളും പ്രാർത്ഥിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, ഒന്നും നടന്നിട്ടില്ല. മക്കളെ, ആ ബെസൈദ കുളത്തിൻകരയിൽ കിടന്ന 38 കൊല്ലം അവിടെ കിടന്നു. ഈശോ ചെന്ന് മലാഹ വന്ന് വെള്ളം ഇളക്കുമ്പോൾ അനേക ആൾക്കാർ ചാടുന്നു, ഇറങ്ങുന്നു, കുളിക്കുന്നു, രോഗസൗഖ്യം കിട്ടുന്നു. ഇയാളെ പിടിച്ചടക്കാൻ ആരുമില്ല. യേശു ചോദിച്ചു, നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? അങ്ങനെ ചെന്ന് ചോദിക്കുകയാണ്. ഞാനും ചോദിക്കാറില്ലേ, ചില ആൾക്കാരെ അവരുടെ പ്രാർത്ഥന കാണുമ്പോൾ, അവരുടെ സമർപ്പണം കാണുമ്പോൾ അവരോട് ദൈവത്തിന് ഇഷ്ടം തോന്നും, എനിക്കും ഇഷ്ടം തോന്നും. ഞാൻ ഇന്നത് മേടിച്ച് തരട്ടെ എന്ന് ചോദിക്കും. അങ്ങോട്ട് ചോദിക്കും. അതൊക്കെ നിങ്ങൾക്ക് സാധിക്കും കേട്ടോ. പക്ഷെ അത് നിങ്ങളുടെ സമർപ്പണം, നിങ്ങളുടെ പ്രാർത്ഥന കൊടുക്കുന്നതനുസരിച്ച്, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ വിശുദ്ധി അനുസരിച്ചാണ് അത് വരികയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ 12 അല്ല, അത് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ തന്നെ ശരിയാവും. ഹല്ലേലൂയ. അത് വന്ന് ബന്ധപ്പെടുമ്പോൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഹല്ലേലൂയ. അപ്പോൾ സ്നേഹമുള്ളവരെ, ഒന്ന്, ബെസൈദ കുളത്തിൻകരയിൽ കിടന്ന 38 കൊല്ലം കിടന്ന അദ്ദേഹത്തിൻ്റെ എന്താ കുഴപ്പം? അദ്ദേഹത്തിന് പരാതിയായിരുന്നു. വെള്ളമളിക്ക് കഴുത്തോളാക്കിയിട്ട് ആരും എന്നെ പിടിച്ചിറക്കല്ല, ഞാനിങ്ങനെ കരച്ചല. കർത്താവ് പറഞ്ഞെങ്കിൽ നിങ്ങൾ എപ്പോഴും ആനന്ദിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ സന്തോഷത്തോടിരിക്കുന്നേ. സകലം വന്നാലും ഏത് പ്രതിസന്ധികൾ വന്നാലും എൻ്റെ കർത്താവ് അറിയാതെ എനിക്കൊന്നും സംഭവിക്കില്ല. ഇപ്പം രോഗാവസ്ഥയല്ലേ, സാരല്ല, സുഖപ്പെടുത്തും കേട്ടോ. ദൈവം അറിയാതെയല്ല. നീ അനുദപിക്കുക, മാപ്പ് ചോദിക്കുക. എൻ്റെ ആരോഗ്യമുള്ള കാലഘട്ടങ്ങളിൽ അങ്ങേ അറിയാതെ, അങ്ങേ വിളിച്ചപേക്ഷിക്കാതെ, അങ്ങയോട് കൂടിയിരിക്കാതെ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ നടന്നു നീങ്ങിപ്പോയി. കർത്താവെ, മാപ്പ് ചോദിക്കുക. സാരമില്ല, ഇനിയെങ്കിലും ദൈവത്തോട് കൂടിയിരിക്കുക, ഇനിയെങ്കിലും ദൈവത്തെ ആരാധിക്കുക, ഇനിയെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നല്ല മനസ്സിനെ ഒരുക്കി യേശുവിനോട് ചേർന്ന്, സ്വർഗത്തോട് ചേർന്ന്. ദൈവം നല്ലവരാണ് മക്കളെ. യേശു നല്ലവരാണ്. പരിശുദ്ധ അമ്മയും വിശുദ്ധന്മാരും നല്ലവരാണ് മക്കളെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാതെ വിടൂല മക്കളെ. നിങ്ങളുടെ കൂടെയുണ്ട്. ഈശോ വിദൂരത്തല്ല, നിങ്ങളെ കൂടെ കൊണ്ടു നടക്കുന്നവനാണ്. അനുദപിച്ച് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ തെറ്റായ ബോധ്യങ്ങൾ, ചിന്തകൾ, നിരാശകൾ, ആകുലതകൾ, പ്രയാസങ്ങൾ, രോഗമാണെന്നുള്ള പറഞ്ഞ എല്ലാം വിട്ടേക്കുക. എളിമപ്പെടുക. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. പ്രൈസ് ദി ലോർഡ്. കരഞ്ഞ കണ്ണീരോടെ പ്രാർത്ഥിക്കട്ടോ, നിലവിളിച്ച് പ്രാർത്ഥിക്കട്ടോ. ഇന്ന് ഈ ചൊവ്വാഴ്ചയായിട്ട് വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം വഴി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ അന്തോണീസ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒപ്പം നമ്മുടെ പരാതികൾ നമുക്ക് വിടാം, ഒപ്പം നമ്മുടെ നിരാശകൾ നമുക്ക് വിടാം. ഈ കഷ്ടതയിൽ നിന്ന്, ഈ തകർച്ചയിൽ നിന്ന്, ഒരു കാര്യം നടക്കാത്ത ഈ അവസ്ഥയിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏറ്റവും ബെസ്റ്റ് എന്താണെന്നറിയാമോ? എന്താ ചെയ്യേണ്ടത്? ദൈവത്തെ അങ്ങോട്ട് സ്തുതിക്കുക, ഉറക്കനങ്ങ് സ്തുതിക്കുക. യെശയ്യാ 30:20 അരുളി ചെയ്തിരിക്കുന്നു. കാരണം നിങ്ങളുടെ എത്ര പീഡനങ്ങളും ദുഃഖമോ പ്രശ്നങ്ങളോ നിനക്ക് തന്നാലും ദൈവം മറഞ്ഞിരിക്കുകയില്ല. നിങ്ങൾ ഇടത്തോട്ട് വലത്തോട്ട് തിരിയുമ്പോൾ ഇതാണ് വഴി, ഇതിലൂടെ പോകുക. പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കുന്നു. അപ്പം എന്താ സംഭവിക്കുന്നത്? ജീസസ് സ്റ്റേയിങ് ഇൻ യുവർ ഹാർട്ട്. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ദൈവത്തിലുണ്ട്, നിങ്ങളെ നയിക്കുന്നു. അതിൽ ദുഃഖത്തിൻ്റെ പാനപാത്രം, ദുഃഖത്തിൻ്റെ ജലം, പീഡനത്തിൻ്റെ ജലം, എന്തു തന്നെയായിരുന്നാൽ, ഏതവസ്ഥയായിരുന്നു, ദൈവം നിങ്ങളെ കൈവിടില്ല മക്കളെ. കൈവിടില്ല. പ്രതിസന്ധികൾ, ആ പീഡാനുഭവങ്ങൾ, യേശുവിനേറ്റ പീഡാനുഭവങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. ആ പീഡാനുഭവത്തിൻ്റെ നിറവിൽ നിന്ന് ദൈവത്തെ ആരാധിച്ചില്ലേ? പിതാവേ, അങ്ങനെ ഇഷ്ടമെന്നിൽ നടക്കട്ടെ, പ്രാർത്ഥിച്ചില്ലേ?
കഴിയുമെങ്കിൽ പാനപാത്രം ഒഴിഞ്ഞു പോട്ടെ, എന്നാലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം. ഹല്ലേലൂയ. സഹിക്കാനുള്ള ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സഹനശക്തി. എൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, എപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എൻ്റെ മനസ്സിലുണ്ട്. സഹനമില്ലാതെ സൗഭാഗ്യമില്ലാതെ അരുളി ചെയ്ത നല്ല ദൈവമേ, സഹനം സഹിക്കാനുള്ള ശക്തി നൽകുന്നതിനോർത്ത് ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുകയും ചെയ്യുന്നു. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക മക്കളെ, ക്ഷമിച്ച് പ്രാർത്ഥിക്കുക മക്കളെ, സഹിച്ച് പ്രാർത്ഥിക്കുക മക്കളെ. അത്ഭുതം നിങ്ങളെ തേടി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. സൂചയെ എല്ലാവരും സൂചയെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയ്ക്ക് നന്ദി, ഈശോയ്ക്ക് സ്തോത്രം. കർത്താവ് ഇവരുടെ തൊഴിലിൽ ആസ്വദിക്കണമേ. ഇവര് 43 ദിവസത്തെ നിയോഗ പ്രാർത്ഥന ഇത് കേട്ട് ചെല്ലാമെന്ന് പ്രാർത്ഥിക്കാമെന്ന് ഏറ്റെടുത്തിരിക്കുന്നവരെ അവരുടെ 5 കാര്യങ്ങൾ നടത്തി കൊടുക്കണമേ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞവരെ അനുഗ്രഹിക്കണമേ. ഇവരെ തൊഴിൽ ജോലി എല്ലാം അനുഗ്രഹിക്കണമേ. സ്തുതിക്കുക മക്കളെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, രോഗികളെല്ലാവരെ തൊട്ട് സുഖപ്പെടുത്തണമേ. നിരാശകൾ മാറ്റണമേ, ആകുലതകൾ മാറ്റണമേ, കഷ്ടതകൾ മാറ്റണമേ. എല്ലാ തിന്മയുടെ ബന്ധനങ്ങളും മാറിപ്പോകട്ടെ. യേശുവേ നന്ദി, നന്ദി. സന്തോഷത്തോടെ ഇരിക്കട്ടോ, സമാധാനത്തോടെ ഇരിക്കട്ടോ. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടവളാവുന്നു. അങ്ങയുടെ ദിനത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണ സമയത്ത് തമ്പുരാനുടെ വേശ്വലമേ അമ്മേ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.